DMK വനിതാ വിഭാഗം ജില്ലാ സെക്രട്ടറിയും അൺഎയ്ഡഡ് സ്കൂളിലെ ജോലിക്കാരിയുമായ ശാലിനിയെ ഭർത്താവ് അപായപ്പെടുത്തിയതിന്റെ ഞെട്ടലിലായിരുന്നു നാട്ടുകാർ. ഈ സംഭവത്തെ ന്യായീകരിച്ച ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ശേഷം ഭർത്താവ് മണിക്കൂറുകൾക്ക് ശേഷം പുനലൂർ പോലീസിൽ കീഴടങ്ങുകയായിരുന്നു. ശാലിനിയുടെ ഭർത്താവ് ഐസക് മാത്യു ആണ് കീഴടങ്ങിയത്. ശാലിനി നേരത്തെ CPM പ്രവർത്തകയായിരുന്നു. ഐസക് സ്വകാര്യ എസ്റ്റേറ്റിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ്. വീട്ടിൽ നിരന്തരം വഴക്കായതിനാൽ ശാലിനി സമീപത്തെ വീട്ടിൽ അമ്മയോടൊപ്പമാണ് ഉറങ്ങിയിരുന്നത്. ഐസക്കും ശാലിനിയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ഐസക്കിന്റെ സ്വഭാവവും പെരുമാറ്റവും സഹിക്കാനാവാതെയാണ് ശാലിനി ജോലിക്ക് പോകാൻ തുടങ്ങിയത്. രോഗിയായ മകന്റെ ചികിത്സയ്ക്ക് കൂടിയുള്ള ആവശ്യത്തിനായാണ് ശാലിനി ജോലിക്ക് പോയി തുടങ്ങിയത്. എന്നാൽ ഭാര്യ ജോലിക്ക് പോകുന്നത് ഇഷ്ടമല്ലെന്ന് FB ലൈവിൽ ഐസക് പറയുന്നുണ്ട്. സമീപത്തെ സ്കൂളിൽ ആയായി ജോലി ചെയ്യുകയായിരുന്നു. മൂത്ത മകൻ ക്യാൻസർ ബാധിതനാണ്. ചികിത്സയ്ക്കായി പണം കണ്ടെത്തേണ്ടതായുണ്ട്. എന്നാൽ ശാലിനി പുറത്തു പോകുന്നത് ഐസക്കിന് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല. തുടർന്ന് നിരവധി സംശയങ്ങളും അയാളിലുണ്ടായി. ഐസക്കിന്റെ ക്രൂരത പേടിച്ചാണ് ശാലിനി അടുത്ത് താമസിക്കുന്ന അമ്മയോടൊപ്പം കിടന്നുറങ്ങുന്നത്. കുഞ്ഞുങ്ങൾക്കായുള്ള ആഹാരം ഉണ്ടാക്കിയ ശേഷം ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നതിനിടെയാണ് ശാലിനിയെ ഐസക് ഇല്ലാതാക്കുന്നത്. അമ്മയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ മക്കൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ശാലിനിയാണ്. ഇത് കണ്ടതോടെ മക്കൾ അലറിക്കരഞ്ഞു. പിന്നാലെയാണ് നാട്ടുകാർ വീട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഐസക് പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും പറയുന്നത്. ഐസക്കിന് സംശയരോഗമുണ്ടായിരുന്നുവെന്നും നിരന്തരം വഴക്കുണ്ടായിരുന്നുവെന്നും ജോലിക്ക് പോകുന്നതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ശാലിനിയെ ഇല്ലാതാക്കിയതിൽ അല്പം പോലും ഖേദമില്ലാതെയും ഒരു കൂസലുമില്ലാതെയാണ് ഇയാൾ ലൈവിൽ സംസാരിച്ചത്. ഇതിനു പിന്നാലെ പുനലൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും വിവാഹിതരാകുന്നത്. അതും പ്രണയവിവാഹം. ഭാര്യയെ ഇല്ലായ്മ ചെയ്യാൻ കാരണം വീട്ടിലിരുന്ന് സ്വർണമെടുത്ത് പണയം വെച്ചതും താൻ പറയുന്നത് കേൾക്കാത്തതുമാണെന്നും ഐസക് ലൈവിൽ പറയുന്നുണ്ട്. എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ ക്യാൻസർ രോഗിയാണ്. അവൾക്ക് ആഡംബര ജീവിതം നയിക്കണം. അതുകൊണ്ട് അവൾ അവളുടെ അമ്മയുടെ കൂടെ താമസിക്കുന്നു. അനുസരണയില്ലാതെയാണ് പെരുമാറുന്നത്. ജോലിക്കായി പലയിടത്തായി മാറി മാറി പോകുന്നു. അതിൻ്റെ ആവശ്യം എൻ്റെ ഭാര്യയ്ക്കില്ല എന്നാണ് പ്രതി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത്. എൻ്റെ പേരെഴുതിയ മോതിരം പണയപ്പെടുത്തിയോ വിറ്റോ ഞാൻ അറിയാതെ രണ്ടാമതൊരു വണ്ടി അവൾ വാങ്ങി. ജോലിക്ക് പോയി. പാർട്ടിയിലും ചേർന്നു. പാർട്ടിയിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല. എന്നാൽ പാർട്ടിയിലുള്ളവർ പിന്തുണ നൽകി. എന്തു വന്നാലും ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു. രാത്രികാലങ്ങളിൽ വരികയും പോകുകയുമൊക്കെ ചെയ്യുന്നു. ഉള്ളതുകൊണ്ട് സന്തോഷമായി കഴിയാമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. അത് കേൾക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പോയി. 2024 താൻ അറിയാതെ വീട്ടിൽ നിന്ന് സ്വർണമെടുത്ത് പണയം വെച്ചു. മക്കളുടെ കാര്യം എന്താകുമെന്ന് ചിന്തിച്ചിട്ടാണ് ഒരുപാട് കാലം വിട്ടത്. എന്നാൽ അവൾക്ക് യാതൊരു പ്രശ്നവുമില്ല. നാട്ടുകാർ എന്നെ നോക്കി ചിരിക്കുകയാണെന്നും ഐസക് ലൈവ് വീഡിയോയിൽ പറയുന്നു.